നമസ്കാരം. വെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SSLC മോഡൽ എക്സാമിനേഷൻ 2024 ഫെബ്രുവരിയിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ അയാം കലാം കെ ബഹാനെ പാഠഭാഗത്ത് നിന്ന് വന്ന കോൺവെർസേഷൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, രണവിജയും കലാമും തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തത് പ്രസംഗ മത്സരത്തിന് പോകുന്നതിന് മുമ്പുള്ളതാണ് ഞാനതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതല്ല, ശരിക്കും പ്രസംഗ മത്സരത്തിന് സമ്മാനം കിട്ടിയതിന് ശേഷം അവർ തമ്മിൽ നടന്ന കോൺവെർസേഷനാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ ശരിയായിട്ട് കൊടുക്കണമെന്നുണ്ട് കേട്ടോ. കലാം: हाय रणविजय, तुमने इतनी खुशी क्यों हो? रणविजय: कलाम, मुझे भाषण प्रतियोगिता में पहला स्थान मिला. कलाम: शाबाश. क्या यह सच है? रणविजय: ज़रूर, मैंने पूरा भाषण अच्छी तरह पढ़ा था. कलाम: बहुत अच्छा, तुम्हें मेरी हार्दिक बधाइयाँ. रणविजय: तुमने मेरी सहायता की, यह मैं कभी नहीं भूलूँगा. कलाम: हाँ, हमें आगे भी इस तरह आपस में सहायता करते हुए जीना है. रणविजय: ज़रूर. कलाम: हमें आज गेंद खेलना है ना? रणविजय: हाँ, आओ हम जल्दी मैदान चलें. दोनों खेलने के लिए मैदान की ओर जाते हैं. അടുത്ത സൂചന നോക്കാം. ठाकुर का कुआं कहानी का यह अंश पढ़े. प्रश्न 16 और 17 के उत्तर लिखे. ടാക്കൂർ ക കുവാം പാഠഭാഗത്തു നിന്നുള്ള സൂചന എന്നോട് കൊടുത്തിട്ടുള്ളത് 16ാമത്തെ ക്വസ്റ്റിൻ്റെയും 17ാമത്തെ ക്വസ്റ്റിൻ്റെയും ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം സൂചന നോക്കാം. ടാക്കൂർ കോൺ ഹേ പുക്കാർത്തെ ഹുए कुएं की तरह आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. घर पहुंचकर देखा कि जोकू लोटा मुंह से लगाए वही मैला गंदा पानी पी रहा है. क्वेश्चन നോക്കാം. 16ാമത്തെ, गंगी को ठाकुर के कुएं से पानी लेने की അനുമതി नहीं दी. क्यों? ഗംഗയ്ക്ക് എന്തുകൊണ്ടാണ് ടാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ലാത്തത്? ഇതിൻ്റെ ആൻസർ ജാതിഗത് അസമാനത കെ കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ, दिल्ली की मानवाधिकार समिति ने अप्रैल 5, 2024 को समता दिवस मनाने का निश्चय किया है. इस अवसर पर जातिगत भेदभाव समाज का अभिशाप का संदेश देते हुए പോസ്റ്റർ തയ്യാർ കरें. പോസ്റ്റർ തയ്യാറാക്കാനാണ്, സന്ദേശ് പോസ്റ്ററാണ്. ജാതി ഭേദഭാവ് സമാജ് കാ അഭിശാപ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്, സന്ദേശ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. പോസ്റ്ററിൻ്റെ ഒരു മോഡലിവിടെ കൊടുക്കുന്നുണ്ട്, ഇത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബച്ചേ കാം പർ ജാ രഹേ ഹേ പാഠഭാഗത്തു നിന്നുള്ള സൂചന കൊടുത്തിട്ടുള്ളത്. ബച്ചേ കാം പർ ജാ രഹേ ഹേ കവിത की ये पंक्तियां पढ़े. प्रश्न 18 और 19 के उत्तर लिखे. क्या अंतरिक्ष में गिर गई है सारी गेंदें? क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को? क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने? क्या किसी ഭൂകമ്പ में ഡഹ ഗയേ ഹെ സാരെ മദ്രസോം കി ഇമാരത്തെ? ഇതാണ് കൊടുത്തിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യഹാം പർവ്വത് കെ അർത്ഥ മേ പ്രയുക്ത ശബ്ദ കോൺ സാ ഹെ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പഹാഡ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവി ഓർ കവിത ക പരിചയ ദേത്തെ ഹുए കവിതാംശ ക ആശയ ലിഖെ. ഈ കവിതയുടെ ആശയം എഴുതാനാണ്. कविता का आशय. प्रस्तुत पंक्तियाँ आधुनिक हिंदी के प्रमुख कवि श्री राजेश जोशी की सुंदर कविता बच्चे काम पर जा रहे से ली गई है. इसमें कवि बाल श्रम पर तीखा प्रहार करते हैं. छोटे छोटे बच्चे पढ़ने के बजाय काम करने के लिए जा रहे हैं. इस भयानक दृश्य देखकर कवि पूछते हैं कि क्या सारी गेंदें अंतरिक्ष में गिर गई है? सारी रंग बिरंगी किताबों को दीमकों ने खा लिया है क्या?
क्या सारे खिलौने काले पहाड़ के नीचे दब गए हैं? क्या सारे मदरसों की इमारतें किसी भूकंप में ढह गए हैं? गेंदें, किताबें, खिलौने, स्कूल की इमारतें बच्चों के मनोरंजन एवं मानसिक विकास का साधन है। इन सब से ये बच्चे वंचित हैं। बच्चों को पढ़ने व खेलने की सुविधाएं उपलब्ध कराना हमारा कर्तव्य है। समाज की एक बड़ी समस्या को कविता के द्वारा प्रस्तुत करने में कवि को पूर्ण सफलता मिली है। यह कविता बिल्कुल प्रासंगिक और अच्छी है। कविता की भाषा अत्यंत सरल एवं हमें चिंतित करने की പ്രേരണ देने वाली है. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 19 ക്വസ്റ്റ്യൻസാണ് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.